ഹായ്, വെൽക്കം ബാക്ക് ടു അർമാൻഡോ ബോക്സ് സീരീസ്. നമ്മുടെ ഇന്നത്തെ വിഷയം പാഡ് വർക്ക്. ഏതൊരു മാർഷൽ ആർട്സിലും പാഡ് വർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. പാഡ് വർക്കിനെ തന്നെ നമുക്ക് മിഡ് വർക്ക് എന്നും പറയാം. ഇത് രണ്ടും ഒന്നാണ്. എന്തിന് പാഡ് വർക്ക് ചെയ്യുന്നു? ഇപ്പം നമുക്ക് നമ്മുടെ സ്കിൽസ് ഒന്ന് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഷാഡോ ബോക്സിങ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ ബാഗിൽ പഞ്ച് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഇതെല്ലാം നമ്മളൊരു ഒപ്പണൻ്റ് ആയിട്ട് സങ്കല്പിച്ച് ചെയ്യാണ്. എന്നാൽ അതൊരു ഒപ്പണൻറ്റിൻ്റെ മൂവ്മെൻറ്റിനോടോ അല്ലെങ്കിൽ ഒരു ഒപ്പോണൻറ്റിൻ്റെ ബോഡി പൊസിഷനോടോ കറക്റ്റായിട്ട് അവിടെ എത്തുന്നൊന്നുമില്ല. നമ്മുടെ ഒരു ചിന്താഗതിയിൽ നമ്മൾ ഓരോ ഫുഡ് വർക്കെല്ലാം ചെയ്തിട്ടാണ് ബാഗിൽ നമ്മൾ പഞ്ച് ചെയ്യുന്നത്. എന്നാൽ ഇത് നേരെ മിഡ് വർക്കിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല. ഇപ്പം നിങ്ങളെ പാഡ് വർക്ക് ചെയ്യിക്കുന്ന അയാൾ ആ കൈ വെക്കുന്നത് ഒരു ഒപ്പണൻ്റ് ആയിട്ടാണ്. നിങ്ങൾ ഹിറ്റ് ചെയ്യുന്നത് ഒപ്പണൻറ്റിൻ്റെ ബോഡിയിലാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾ ഇനി റിങ്ങിൽ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു സ്പാരിങ് സെക്ഷനിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് സ്പീഡ്, ആക്യുറസി, ഇത്തരത്തിലുള്ള കാര്യങ്ങളും മിഡ് വർക്ക് ചെയ്യുന്നതിലൂടെ ഇമ്പ്രൂവ് ആവും. ഏത് സമയത്ത് ഏത് പേസിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി പൊസിഷൻ കറക്റ്റാണോ, നമ്മുടെ ഗാർഡ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന A to Z കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കുന്നത് ബാഗ് വർക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ ഷാഡോ ബോക്സിങ്ങിലോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ അല്ല. അത് നമ്മൾ നോക്കുന്നത് പാഡ് വർക്കിലാണ്. കാരണം പാഡാണ് അതിനെ കറക്റ്റായിട്ട് നമ്മളൊരു ഇമ്പാക്റ്റിൽ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ പൊസിഷൻ ശരിയാണോ, അല്ലെങ്കിൽ നമ്മളവിടെ ഗാർഡ് വെക്കുന്നുണ്ടോ. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് പാഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളേക്കാൾ വേഗത്തിലായിരിക്കും അയാൾ പാഡ് വർക്ക് ചെയ്യുന്നത്. കാരണം അയാൾക്ക് നിങ്ങൾ ഇങ്ങോട്ട് പഞ്ച് ചെയ്യുന്ന സമയത്ത് തിരിച്ച് അതേപോലെ ഒപ്പണൻറ്റിൻ്റെ കൗണ്ടർ പഞ്ച് വരണം. അതൊരു ഫേക്കായിട്ട് നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ റിയൽ ഫീൽ വരും. പാഡ് വർക്കിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഏതൊക്കെ പാഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള പാഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്? നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസിൽ കണ്ടാവും, ഒരുപാട് സൈസിൽ, ഒരുപാട് വലുപ്പത്തിൽ, ഡിഫറെൻ്റ് ടൈപ്പ് പാഡ്സ്. പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോക്കസ് പാഡ്. ഫോക്കസ് പാഡ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മാതിരി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫോക്കസ് പാഡാണ്. അത് പൊതുവേ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ വേഗത, ആക്യുറസി, അതേപോലെ നമ്മളുടെ ഡിഫൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ട്രെയിനിങ്ങിന് ഇപ്പോൾ ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന പാഡാണ് ഫോക്കസ് പാഡ്. ഇതിൻ്റെ തന്നെ വളരെ ചെറിയ പാഡുകളും ഉണ്ട്. അതായത് നിങ്ങൾ ആ വീഡിയോ കാണുന്നതിനേക്കാൾ ചെറിയ മൈക്രോ ടൈപ്പ് പാഡുകളും ഉണ്ട്. അതെന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് പവറിൽ പഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ഇമ്പാക്റ്റുള്ള പഞ്ച് പ്രാക്ടീസ് ചെയ്യാനോ അല്ല. ജസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ്സ്, എത്രത്തോളം വേഗത്തിൽ നമ്മളുടെ മൂവ്മെൻറ്റ്സ് ഉണ്ട്, നമ്മൾ എത്രത്തോളം വേഗത്തിൽ സ്ലിപ്പ്, റോള് തുടങ്ങിയ മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ റിങ്ങിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം മൈക്രോ പാഡ്സ് യൂസ് ചെയ്യും. ഫോക്കസ് പാഡ് അതിന് തൊട്ട് മുകളിൽ വരുന്ന സൈസ് നമുക്കല്ലാണ്ട് പ്രാക്ടീസിൽ യൂസ് ചെയ്യും. ഈ ഫോക്കസ് പാഡിൽ തന്നെ നമ്മളെ ഹാൻഡ്സ് വെക്കുന്ന സ്റ്റൈല് മാറുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചില പാഡുകളിൽ നമ്മുടെ ഫിംഗേഴ്സ് ഔട്ട്സൈഡ് നമുക്ക് കാണാം, ചിലത് കവേർഡ് ആയിരിക്കും, ചിലത് പാഡിൻ്റെ അപ്പുറത്ത് ഫിംഗർ വരുന്നതുണ്ട്. അതെല്ലാം ഓരോ ബ്രാൻഡിനനുസരിച്ചും മാറുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ എല്ലാം കവേർഡ് ആയിട്ടുള്ള അത്യാവശ്യം ഒരു ബിഗ് സൈസിലുള്ള അത്യാവശ്യം കുഷ്യനായിട്ടുള്ള പാഡാണ് യൂസ് ചെയ്യാൻ ബെറ്റർ പ്രാക്ടീസ് സമയത്ത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം നമ്മളെ ഫിംഗറൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചൊരു കൗണ്ടർ പഞ്ച് ചെയ്യുമ്പോൾ
ഈ അബദ്ധവശാൽ അയാളുടെ ഹെഡിനെ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഫിംഗർ അയാളുടെ കണ്ണ് കയറാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗറിനൊരു ക്ഷതം സംഭവിക്കാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. ആൻഡ് ഒരു തീരെ പാഡിൻ്റെ ക്വാളിറ്റി മോശമാവുന്നതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യിക്കുന്ന ആൾക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസും ഉണ്ട്. ആ പാഡ് പിടിക്കാനെല്ലാം ഒരു പ്രത്യേക സ്റ്റൈലിലെല്ലാം പിടിക്കണം, നമ്മുടെ റിസ്റ്റ് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇഞ്ചുറി വരും. ഇനി മൂന്നാമത് പറയുന്ന പാഡാണ് തായ് പാഡ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. പൊതുവെ ഈ ലെഗ് കിക്ക്, എൽബോ പഞ്ച്, അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള കുറച്ചുകൂടെ ബിഗ് സൈസ് പാഡ്സ് വേണം. അത് പിന്നെ ഇങ്ങനെയായിരിക്കും, നമ്മളെ റിസ്റ്റിൽ പിടിക്കുന്നതായിരിക്കില്ല. നമുക്ക് നമ്മുടെ എൽബോസ്, നമ്മുടെ ഈ ഒരു ഏരിയ അതിലെല്ലാം കവേർഡ് ആവുന്ന ബിഗ് സൈസ് പാഡ്സ് ഉണ്ട്. പിന്നെ ബോഡി പാഡ്സ് ഉണ്ട്. ബോഡി പാഡ്സ് എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു കോച്ചാണ്, നിങ്ങൾ പരിശീലകനാണ്, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഒരു യഥാർത്ഥ എക്സ്പീരിയൻസ് കൊടുക്കുക. ഇപ്പോൾ സ്ലിപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ബോഡീൻ്റെ ഇന്ന ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്രയും ഫാസ്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ജെൽ പാഡ്, എയർ പാഡുകളുണ്ട്. ഇപ്പം നോർമൽ സ്പോഞ്ചിന് പകരം അതിൽ എയർ വരുന്ന ഫിൽഡായിട്ടുള്ള പാഡുകളുണ്ട്. അങ്ങനെ ഒരുപാട് പാഡുകളുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ടുള്ള ഓരോ പർപ്പസിനനുസരിച്ചുള്ള ഡിഫറെൻറ്റ് പാഡുകൾ ഇന്ന് മാർക്കറ്റിൽ